അമ്മമാതാവിൻ്റെ ഏറ്റവും വലിയ ഗുണങ്ങളിലൊന്നാണ് വെയിറ്റ് ചെയ്യും, ഹൃദയത്തിൽ സംഗ്രഹിക്കും. എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ക്ലേശം ഉണ്ടാകുമ്പോൾ ഓർക്കുക, അല്ലെങ്കിൽ ആരെങ്കിലും വഴി ഞെരുക്കം ഉണ്ടാകുമ്പോൾ ഓർക്കുക, അല്ലെങ്കിൽ ആരെങ്കിലും കാണിക്കുന്ന മണ്ടത്തരങ്ങൾ നിങ്ങൾ ബലിയാടായിപ്പോയി, നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ പണ്ടുള്ളവർ കാണിച്ച മണ്ടത്തരമാണെന്ന് നിങ്ങൾ പറയുക. പക്ഷേ അതിൻ്റെ പിന്നിലെല്ലാം ദൈവത്തിനൊരു പരിപാലനയുണ്ട്. അതറിയണമെന്നുണ്ടെങ്കിൽ ഈ ഇമ്മീഡിയറ്റ് മെമ്മറി വേണം, കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആലോചന വഴി നടത്തുന്നതിൽ വേണം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ബന്ധം ഉണ്ടാവേണ്ടത് വെദർ യു മാരീഡ് ഓർ നോട്ട് ഓർ സിംഗിൾ ഓർ നോട്ട്, അതല്ല പ്രശ്നം. നിങ്ങൾക്കോ എനിക്കോ സിംഗിളാകാൻ പറ്റത്തില്ല, കാരണം നമ്മളെ സിംഗിളാക്കത്തില്ലെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. ഐ വിൽ കം വിത്ത് യു അൺടു ദി ലാസ്റ്റ് അൺടു ദി വേൾഡ്. അതിലെ അതായത് ഞാൻ നിൻ്റെ കൂടെ അന്ത്യം വരെ, അൺടു ദി എൻഡ് ഓഫ് ദി വേൾഡ്, അൺടു ദി എൻഡ് ഓഫ് ദി ടൈം ഐ വിൽ കം വിത്ത് യു എന്ന് പറഞ്ഞ്. ദാറ്റ് മീൻസ് വി ആർ നോട്ട് സിമ്പിൾ, വി ആർ നോട്ട് സിംഗിൾ. അപ്പോൾ അതുകൊണ്ട് പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, എപ്പോഴും അങ്ങയെക്കുറിച്ചുള്ള ഒരു ഓർമ്മയും എന്തെങ്കിലും സംഭവിച്ചാൽ എടുത്തു ചാടി ഡെസ്പാവുകയോ സങ്കടപ്പെടുകയോ റെസ്പോണ്ട് ചെയ്യുകയോ പ്രതികരിക്കുകയോ ചെയ്യാതെ എന്റെ കൂടെയുള്ള ആത്മാവിന്റെ സാന്നിധ്യം വിവേചിച്ചറിഞ്ഞ് ശാന്തമാവുക, ഞാൻ ദൈവമാണ് എന്നുള്ള വചനം അനുസ്മരിച്ചുകൊണ്ട് അങ്ങയിൽ ജീവിക്കുവാൻ ആത്മാവിനാൽ എന്നെ അഭിഷേകം ചെയ്യട്ടെ. നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ പരിശുദ്ധാത്മാവിനോട് ആലോചന വരദാനത്തിൽ അഭിഷേകം കൊണ്ടെന്നെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ലോകത്തിന്മേൽ വിജയം നേടാൻ ധീരതയേകണമേ. ജലപ്പരപ്പിൽ ചലിച്ചു നിന്നൊരു പരിശുദ്ധാത്മാവേ, ജനകോടികളിൽ ജ്വലിച്ചു നിന്നൊരു പരിശുദ്ധാത്മാവേ, ജലപ്പരപ്പിൽ ചലിച്ചു നിന്നൊരു പരിശുദ്ധാത്മാവേ, ജനകോടികളിൽ ജ്വലിച്ചു നിന്നൊരു പരിശുദ്ധാത്മാവേ, 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 വരദാനത്തിൽ അഭിഷേകം കൊണ്ടെന്നെ നിറയ്ക്കണമേ. എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവേണ്ട സംഭവം, ഉടമ്പടി ജീവിക്കുന്നവർ, സത്യസന്ധമായ ഉടമ്പടി ജീവിക്കുന്നവർ, സത്യസന്ധമായ ഉടമ്പടി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ എപ്പോഴും ഓർക്കുക, യു ആർ നോട്ട് സിംഗിൾ, നിങ്ങൾ ഒറ്റയ്ക്കല്ല. എന്താ കാര്യം? വാഗ്ദാന പ്രകാരം ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. അത് ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. ദൈവത്തിൻ്റെ വാഗ്ദാനമായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ കൂടെയുള്ള ദൈവത്തിനെയാണ് നമ്മളൊരു വിഷമ സമയത്ത്, അല്ലെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞൊരു ഇമ്മീഡിയറ്റ് മെമ്മറി, തക്ക സമയത്ത് എപ്പോഴും നമുക്ക് എല്ലാ സമയവും, ചില സമയത്ത് തക്ക സമയം എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ആവശ്യമായ ഒരു സമയമില്ലേ? ആവശ്യമായ സമയത്ത് നമ്മൾ ദൈവത്തിലേക്ക് തിരിയാൻ വേണ്ടി ഉണ്ടാകുന്നത് ഈ ഇമ്മീഡിയറ്റ് മെമ്മറിയാണ്. അതാണ് ഉടമ്പടിയുടെ ഏറ്റവും വലിയ ഇഫക്റ്റ് എന്ന് പറയുന്നത്. നമ്മളുടെ കൂടെയുള്ള ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രുതികട ഹല്ലേലൂയ. മത്തായി 10:19 അവർ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ എങ്ങനെ പറയണമെന്നോ എന്തു പറയണമെന്നോ നിങ്ങൾ ആകുലപ്പെടേണ്ട. നിങ്ങൾ പറയേണ്ടത് ആ സമയത്ത് നിങ്ങൾക്ക് നൽകപ്പെടും. എന്തെന്നാൽ നിങ്ങളല്ല നിങ്ങളിലൂടെ നിങ്ങളുടെ പിതാവിന്റെ ആത്മാവാണ് സംസാരിക്കുന്നത്. നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും ഒരു 10 മടങ്ങ് ഷാർപ്പാണ് ഉടമ്പടി. ഉടമ്പടിയിലൂടെ എന്താ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ, ഉടമ്പടി നമ്മൾ എടുക്കുമ്പോൾ ദൈവത്തിൻ്റെ ബേസിക് ക്വാളിറ്റി എന്താണ്? വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ്. അവൻ നമ്മുടെ ഉടമ്പടി ചെയ്യുമ്പോൾ ഒരു വ്യക്തിയുടെ കൂടെ ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടെ വരികയാണ്. അതാണ് നമ്മൾ സഞ്ചാരി മാതാവായിട്ടൊക്കെ ആൾക്കാർ അനുഭവിക്കുന്നതിൻ്റെ കാരണം.
ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിലെ ഒരു സാക്ഷ്യം എന്ന് പറയണത്, ഒരു മനുഷ്യൻ സ്വപ്നത്തിൽ പെട്ടെന്ന് തീ പിടിക്കണ പോലെ, തീ പൊട്ടിത്തെറിക്കണ പോലെ ഒരു സ്വരം ഈ മനുഷ്യൻ കേൾക്കും. പിന്നെ ഇദ്ദേഹം കാണുന്നത് ഈ തീയിൽ മാതാവ് നിൽക്കുന്നതാണ്, കൃപാസന മാതാവ് നിൽക്കുന്നതാണ്. ഇപ്പോൾ ഓരോ ദിവസവും ഇവിടെ വരുമ്പോൾ നമുക്ക് നോക്കുന്ന നമ്മൾ ഉടമ്പടിയുടെ എന്തെല്ലാം വ്യത്യസ്തങ്ങളായ രീതിയിലാണ് മനുഷ്യൻ ഇന്ന് ദൈവത്തെ അനുഭവിക്കണത്. അപ്പോൾ ഈ മനുഷ്യൻ്റെ വിഷയത്തിലേക്ക് ക്യാൻസർ പേഷ്യൻ്റാണ്. ക്യാൻസർ പേഷ്യൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ അയാളെ നിർത്തിക്കൊണ്ട് ഡോക്ടർ പറഞ്ഞതാണ് ഇനി സർവൈവിങ് നടക്കത്തില്ലെന്ന്. ആ ഒരു കേസാണ്. അയാളാണ് ഉടമ്പടി എടുത്തിരിക്കണത്. ഉടമ്പടി എടുക്കുമ്പോൾ രാത്രി പെട്ടെന്ന് ഈ മനുഷ്യൻ്റെ സ്വപ്നത്തിൽ കാണുകയും പൊട്ടിത്തെറിക്കുന്ന തീയിൽ മാതാവ് നിൽക്കുന്നു. മാതാവ് എന്നിട്ട് ഈ മനുഷ്യൻ്റെ മേൽ പുഞ്ചിരിക്കുന്നു. പിന്നീട് മാതാവ് നടന്ന് ഇയാളുടെ കിച്ചണിൽ പോയി നിൽക്കുന്നു. ഇങ്ങനെ ഇത് സ്വപ്നമാണ്. പക്ഷേ എന്താ സംഭവിക്കണത്? പിറ്റേ ദിവസം സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ ക്യാൻസർ ഇല്ല. അത് നമ്മളെ വളരെ ലേണഡ് ആയിട്ടുള്ള പുരുഷൻ, ഇപ്പം ചില ചേർത്ത് വലിയമ്മമാരൊക്കെ പറയുമ്പോൾ വികാരത്തിൻ്റെ അംശം കൂടുമെന്ന് പറയും. ഇത് നമ്മൾ സാക്ഷ്യഘട്ടം മനസ്സിലാവും, വികാരത്തിൻ്റെ ഒരു അംശമില്ല. ഈസ് എ ലേണഡ് മാൻ. അയാൾ വളരെ കൃത്യതയോട് കൂടി എന്നോട് അയാൾ പറയും, എനിക്കിതിലൊന്നും അത് വിശ്വാസമില്ലായിരുന്നു. ഞാനിങ്ങനെ മാതാവിൻ്റെ ഭക്തനുമല്ലായിരുന്നു. ഞാൻ എൻ്റെ വൈഫായിരുന്നു മാതാവിൻ്റെ ഭക്തയായിട്ടുണ്ടായിരുന്നത്. പക്ഷേ എനിക്കിങ്ങനെ ഒരു ക്ലേശം വന്നപ്പോൾ ഞാൻ ഉടമ്പടി എടുത്തു. എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല. കാര്യം അതില്ലാതെ അവസ്ഥ ഇതാണല്ലോ. ഇന്ന് കേരളത്തിലായാലും പുറത്തായാലും ഇപ്പോൾ നമ്മൾ എല്ലാ ജില്ലകളിൽ നിന്നും എല്ലാ സംസ്ഥാനങ്ങളിലുള്ള ആൾക്കാർ വന്ന് ഉടമ്പടി ഇടണില്ലേ. എന്താ കാര്യം? വേറെ ഓപ്ഷൻ ഇല്ല. കെനിയയിൽ നിന്ന് ഉഗാണ്ടയിൽ നിന്ന് നീഗ്രോസ് വരെ ഒന്ന് ഉടമ്പടി എടുത്തിട്ടും പോയി. അപ്പോൾ എന്ത് പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അറിയാവുന്നിടത്തോളം ഇന്ന് നിലവിലുള്ള ഏറ്റവും ഷാർപ്പ് ഷൂട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് ഉടമ്പടി. ഇതാരും കണ്ടുപിടിച്ചതല്ല, ബൈബിൾ ഉള്ളതാണ്. ബൈബിൾ ആദ്യം മുതൽ ഉണ്ടായിരുന്ന ഉടമ്പടി തന്നെയാണ്. ഇപ്പോഴെന്ന് വെച്ചാൽ ഇത് പോപ്പുലറൈസായിട്ട് മാതാവ് പ്രത്യക്ഷപ്പെട്ടതിന് ശേഷം അമ്മ ആഗ്രഹിക്കുന്നൊരു കൃപാവര പദ്ധതി കൃപാസനത്തിലും ഞങ്ങളുടെ കുടുംബത്തിൽ നിറവേറാൻ ഇടയാക്കണമെന്ന് 2015 പ്രത്യക്ഷീകരണ പ്രാർത്ഥന, ആദ്യത്തെ പ്രത്യക്ഷ പ്രാർത്ഥന ആൾക്കാർ 10,000 മനുഷ്യരുള്ള ആ പ്രാർത്ഥന ഞാൻ അടിച്ചു കൊടുത്തിട്ടുണ്ട്. അമ്മ ആഗ്രഹിക്കുന്ന ഒരു കൃപാവര പദ്ധതി കൃപാസനത്തിലും ഞങ്ങളുടെ കുടുംബത്തിലും ഉണ്ടാകാൻ ഇടയാകണമെന്ന് പറഞ്ഞപ്പോഴാണ് അമ്മ 6 മാസം കഴിഞ്ഞപ്പോൾ ഉടമ്പടി തന്നത്. അപ്പോഴതിൻ്റെ അകത്ത് ഉണ്ടാകുന്ന ഏറ്റവും വലിയ വിഷയം പ്രസൻസാണ്. പ്രസൻസ്. അപ്പോൾ നമ്മൾ ഉടമ്പടി ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലായത്, ഏറ്റവും വലിയ മനസ്സിലായത്, ഇപ്പോൾ ഉടമ്പടി മറ്റ് പ്രാർത്ഥനകൾ ഏറ്റവും ടോപ്പ് ഫീച്ചർ എന്ന് പറയുന്നത് ഈ പ്രസൻസ് ഓഫ് ഗോഡാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യം. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ പകരം അമ്മയുടെ സാന്നിധ്യമാണ് നമ്മൾ അനുഭവിക്കുന്നത്. കാരണം അമ്മയുടെ മധ്യസ്ഥതയിലല്ലേ ഉടമ്പടി ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അമ്മ അതിൻ്റെ മധ്യസ്ഥയാണെന്നുള്ളത് ഇരുട്ടിലും വെളിച്ചത്തിലും ഉറക്കത്തിലും ഉണർച്ചയിലുമെല്ലാം നിന്നെ അറിയിച്ചുകൊണ്ടേയിരിക്കും. വെറുതെ അറിയിക്കുക മാത്രമല്ല, നിന്നെ സന്ധിച്ചുകൊണ്ടേയിരിക്കും. വൈദ്യശാസ്ത്രം നിന്നെ കൈവിട്ടാലും, കടക്കാർ നിങ്ങളെ കൈവിട്ടാലും, ബാങ്കുകാർ നിങ്ങളെ കൈവിട്ടാലും, സ്വന്തം മക്കളും ബന്ധുക്കളും നിന്നെ കൈവിട്ടാലും കൈവിടാത്ത ചൈതന്യമായി അമ്മ നിന്റെ കൂടെ സ്തുതിക്കട്ടെ. അമ്മ എനിക്കും ഈശോയ്ക്കും ഒരേ അമ്മ, എന്തു നല്ലമ്മ എൻ്റെ അമ്മ, എനിക്കും ഈശോയ്ക്കും ഒരേ അമ്മ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ നമ്മളുടെ ഒരു വിഷയം സഞ്ചാരി മാതാവ് അല്ലെങ്കിൽ സാന്നിധ്യം അല്ലെങ്കിൽ പ്രസൻസ്. ഉടമ്പടിയുടെ ഏറ്റവും പ്രിൻസിപ്പൽ ഫീച്ചർ എന്ന് പറഞ്ഞാൽ പ്രസൻസാണ്. ഈ പ്രസൻസ് അനേകായിരം മക്കൾ ഫീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഫീൽ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ സംഭവിക്കുന്നത്, നമ്മൾ അമ്മയെ വിളിക്കുന്ന പേരെന്താണ്? വാഗ്ദാനത്തിൻ്റെ പേടകമേ. രണ്ടാമത് വിളിക്കുന്ന പേരെന്താണ്? അതായത് ഈശോ വാഗ്ദാനങ്ങൾ യോഗ്യരാകുവാൻ യശമാതാവ്. അപ്പോൾ വാഗ്ദാനത്തിൻ്റെ പേടകമെന്ന രീതിയിൽ പഴയ നിയമത്തിലുള്ളതാണ് വാഗ്ദാന പേടകം. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ അടയാളമാണ് വാഗ്ദാന പേടകം. പുതിയ നിയമത്തിൽ വാഗ്ദാന പേടകമായി വരണത് പരിശുദ്ധ കുർബാനയും പരിശുദ്ധ അമ്മയുമാണ്.
രണ്ടും ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. പക്ഷേ സഞ്ചാര സാന്നിധ്യം എന്ന് പറയണത് ആൾക്കാർക്ക് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് സഞ്ചാരി മാതാവിൻ്റെ സാന്നിധ്യമാണ്. ഇത് ഒരു വല്ലാത്ത സാന്നിധ്യമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഉടമ്പടിയിലുണ്ടാകുന്ന ഓരോ വസ്തുക്കളും ഈ പ്രസൻസ് ഫീൽ ചെയ്യിക്കുന്നുണ്ട്. ഇപ്പോഴേ വിനീത എന്ന് പറഞ്ഞൊരു സാക്ഷ്യം. അപ്പോൾ എൻ്റെ പ്രോബ്ലം വെച്ചാൽ ബ്രദർ ചെറുപ്പമാണ്, 21 വയസ്സേ ബ്രദറിനുള്ളൂ. പക്ഷേ ഒരു പ്രശ്നം, ഹാർട്ട് ബീറ്റ് 32 ഉള്ളൂ. 10-70 വേണ്ടേ? അപ്പോൾ ഹാർട്ട് ബീറ്റ് 31 ഉള്ളൂ. എസ്എനോടെന്ന് പറയണത് ഈ പൾസ് ഉൽപ്പാദിപ്പിക്കുന്ന, ഇലക്ട്രിക് ഉൽപ്പാദിപ്പിക്കുന്ന പൾസിന് കാരണമാകുന്ന ഒരു വിഷയമാണ്. ആ സാധനം ദ്രവിച്ചു പോയി ഹൃദയത്തിൽ. അത് കാരണം ഹാർട്ട് ബീറ്റ് കുറഞ്ഞ് 32ആയി. അപ്പോൾ ഇതിന് 21 വയസ്സേ ഉള്ളൂ. അപ്പോൾ അവൻ ഇടപെട്ട സൈഡിൽ താഴെ വീഴും. അപ്പോഴേ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയപ്പോൾ പറഞ്ഞ് 21 വയസ്സുകാരൻ ഇങ്ങനെ പെടസൈലിൽ പല പ്രാവശ്യം വീഴേണ്ട കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് അയാൾ MRI എടുക്കണം, സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞപ്പോൾ മനസ്സിലായി ഇതിൻ്റെ ഈ എസ്എനോട് ഹാർട്ടിൻ്റെ ഉള്ളിൽ ഇലക്ട്രിക് ഉൽപ്പാദിപ്പിക്കുന്നത് ഡാമേജാണ്, ദ്രവിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഹാർട്ട് ബീറ്റിന് സഹായമായ വിഷയം നടക്കത്തില്ല. അതുകൊണ്ട് ഹാർട്ട് ബീറ്റ് കുറഞ്ഞ് 32 വന്ന്. അപ്പോൾ ഡോക്ടർ പറയണത് സ്പേസ് മേക്കർ വെക്കണമെന്ന് പറഞ്ഞ്. സ്പേസ് മേക്കർ വെച്ചാലുള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ വിവാഹം കഴിക്കാൻ പറ്റത്തില്ല, കുഞ്ഞുങ്ങളുണ്ടാകത്തില്ല, കുറേ പ്രശ്നങ്ങളുണ്ട്. കാര്യം ഇമോഷണലായിട്ടുള്ള ഒരു വിഷയത്തിലും ഇടപെടാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ വേറെ ഒരു MRI സ്കാൻ പോലും ചെയ്യാൻ പറ്റത്തില്ല. അതെല്ലാം ഇലക്ട്രോണിക്സ് ഇത് വിഷയമായത് കാരണം അതെല്ലാം ബ്ലോക്കാവും. പക്ഷേ അതല്ല, അപ്പോഴവർ ഈ ചേച്ചി ഈ സഹോദരനെ കൊണ്ടുപോയി MRI ഒക്കെ എടുത്തിട്ട് ഡോക്ടർ അവനെ നിർത്തിക്കൊണ്ടൊക്കെ പറയുമ്പോൾ, അവനെ നിർത്തിക്കൊണ്ടാണ് ഡോക്ടർ പറയണത്. അപ്പോൾ ഡോക്ടറോട് പറയും, എനിക്കൊരു കുഴപ്പമില്ല ഡോക്ടറെ, ഞാൻ നടക്കണ കണ്ടില്ലേ, ഞാൻ എന്തിനാണ് സ്പേസ് മേക്കർ വെക്കണമെന്ന്. അപ്പം ഡോക്ടർ പറയും, നിൻ്റെ ഹാർട്ട് ബീറ്റ് 32 ഉള്ളൂ, നീ ചത്തു പോകുമെന്ന് പറയും, നീ കുറച്ച് കഴിയുമ്പോൾ ചത്തു പോകുമെന്ന് പറയും, കൂളായിട്ട് പറയും ഡോക്ടർമാർ. പിന്നെ ഇപ്പോൾ എല്ലാം ഫ്രീ ആയിട്ട് പറയാമല്ലോ. അപ്പോൾ ഇതിനെ കേൾക്കണ പെങ്ങളിങ്ങനെ ഇടിവെട്ടുകൊണ്ട് പോലെ വിറങ്ങലിച്ച് നിൽക്കുകയാണ്, കണ്ണീരോട് ആങ്ങളെയും കെട്ടിപ്പിടിച്ചുകൊണ്ടാണ് അടുത്ത മുറിയിൽ പോണത്. അവർക്ക് വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല. അപ്പോൾ ഓപ്ഷൻസ് ഇല്ലാത്തതുകൊണ്ട് അവൻ്റെ ആ ലൈഫ് അവൻ്റെ 21 വയസ്സല്ലേ ഉള്ളൂ. അപ്പോൾ എന്നിട്ട് ഇവളെന്താ ചെയ്യണത്? ആ റിസൾട്ട് എല്ലാം വെച്ചുകൊണ്ട് ഉടമ്പെടുക്കും. നിങ്ങൾ സാക്ഷ്യം കേൾക്കണം, ആ റിസൾട്ട് എല്ലാം വെച്ചുകൊണ്ട് ഉടമ്പെടുക്കും. എന്നിട്ട് ഇവൾ ചെയ്യണത് എന്താണ്? ഉടമ്പടി തൈലം എടുത്തിട്ട് ഹൃദയത്തിൽ തേച്ച് കൊടുക്കും. നമ്മളിത് എങ്ങോട്ടാണ് പോകണമെന്നൊരു പിടിയില്ല. സാക്ഷ്യങ്ങൾ കേൾക്കും, ജനങ്ങളുടെ അനുഭവങ്ങളല്ലേ വിഷയം. ഞാൻ അത്ര നിങ്ങളടുത്ത് പറഞ്ഞത് വെച്ചാൽ നിങ്ങൾ ചെയ്യുമ്പോൾ കുട്ടിക്കളിയായിട്ടും പൊട്ടങ്കളിയായിട്ടും ചെയ്യരുത്. അതാണ് ഇരന്ന പണിമെടുക്കൽ ദൈവത്തിനെടുക്കുന്നത്. നിങ്ങൾ മനുഷ്യന്മാർ ജനകോടികൾ വിശ്വസിച്ചുകൊണ്ട് ജീവിതം തകർന്നുപോയ ജീവിതത്തെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി അവസാനം തന്ന കച്ചിത്തുടമ്പ് പോലെയാണ് ഉടമ്പടി പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ കൊണ്ട് സ്കാൻ ചെയ്യുമ്പോൾ ഡോക്ടർ പഴയ റിസൾട്ടുമായിട്ട് നോക്കുമ്പോൾ ഡോക്ടർ ഞെട്ടിപ്പോവുകയാണ്. ഈ റിസൾട്ട് പഴയതുപോലെയല്ല, ഇത് ലിപ്പെല്ലാം ഓക്കെ ആയിട്ട് വരണമെന്നുണ്ടല്ല, ഇപ്പം നിനക്ക് സ്പേസ് മേക്കറിൻ്റെ ആവശ്യമില്ല, അതിന് ഞങ്ങൾ ഓപ്പറേഷൻ കട്ട് ചെയ്യണമെന്ന് പറയും. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. അത്ഭുതങ്ങൾ നടത്തുന്ന അവിടുത്തെ കാരുണ്യത്തിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കൈ നെഞ്ചിച്ച് വെച്ച് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, അങ്ങ് ജീവിതത്തെ പുനരുദ്ധരിക്കുന്ന ചരിത്ര സാക്ഷ്യങ്ങളെ കേട്ടോണ്ടിരിക്കുമ്പോഴേ എന്റെ ഹൃദയത്തെ വിശ്വാസത്താൽ ദൈവസ്നേഹത്താൽ ഇപ്പോൾ അഭിഷേകം ചെയ്യണമേ. അടിപ്പിണർ പോലെ ആഘാതം പോലെ ദൈവിക ശക്തി എന്നിൽ നിറയട്ടെ. മാരക രോഗങ്ങൾ, തീരാവേദികൾ, ജീവിത ദുരിതങ്ങളെ യേശുനാമത്തിൽ മാറിപ്പോകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, മക്കളെ, അതായത് കർത്താവിൻ്റെ വചനം ഒത്തിരിയേറെ ഈ ജീവിതത്തിൻ്റെ മഹാമാരകമായ പ്രശ്നങ്ങളെ ഈസിയായിട്ട് പരിഹരിക്കുന്ന കുറേ
ദൈവാനുഭവങ്ങളെ നമ്മളോട് പറയുന്നുണ്ട്. ചിലപ്പോൾ കർത്താവിൻ്റെ വചനം പറയും, നീ രോഗിയാണോ, നീ കടം കയറി മുടികയാണോ, നിനക്ക് ഉറക്കമില്ലേ, നിനക്ക് പ്രഷർ കൂടുതലാണോ, ബന്ധുക്കൾ നിന്നെ ഒറ്റപ്പെടുത്തിയോ, നിനക്ക് വീടില്ലേ, അതിൻ്റെ മാനക്കേട് നീ അനുഭവിക്കുന്നുണ്ട്, നീ ഒന്ന് ചെരിഞ്ഞാൽ മതി എന്നാണ് പറയണത്. നീ ഒന്ന് ചെരിഞ്ഞാൽ മതി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിൻ്റെ കൂടെ നീ ഉടമ്പടി ചെയ്ത നിൻ്റെ ദൈവം നിൻ്റെ കൂടെ സഞ്ചരിക്കുകയാണ്. വാഗ്ദാന പേടകമായി അവൻ കൃപയുടെ സിംഹാസനമായി നീ ഒന്ന് ചെരിഞ്ഞാൽ മതി. എന്താ പറയണത്? അത് ഹെബ്രായ ലേഖനമാണ് 4:16. ഹെബ്രായ 4:16 ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹെബ്രായർ 4:16. ഹെബ്രായർ 4:16. അതിനാൽ വേണ്ട സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കുന്നതിനായി നമുക്ക് പ്രത്യാശയോടെ കൃപാവരത്തിന്റെ സിംഹാസനത്തെ സമീപിക്കാം. ക്രിസ്തുവിനെ സമീപിക്കാമെന്നാണ് പറയണത്. ഹെബ്രായ ലേഖനം എന്താ പറയണത്? നമുക്ക് ക്രിസ്തുവിൻ്റെ നമുക്കറിയാമല്ല, ക്രിസ്തുവിൻ്റെ ഒരു സംലഭ്യത എന്ന് പറയണത് നൗ ആൻഡ് ദെൻ അല്ല, അപ്പോഴും ഇപ്പോഴും അല്ല, അതായത് വേണ്ട സമയത്താണ്. അതാണ് പൗലോസ് അപ്പോസ്തലൻ അനുഭവിച്ച ക്രിസ്തു അനുഭവം. ഒന്ന് വായിച്ച് ഹെബ്രായർ 4:16. അതിനാൽ വേണ്ട സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കുന്നതിനായി നമുക്ക് പ്രത്യാശയോടെ കൃപാവരത്തിന്റെ സിംഹാസനത്തെ സമീപിക്കാം. ഇപ്പം കൃപാവരത്തിൻ്റെ സിംഹാസനം എന്ന് പറയുന്നത് ആരാണ്? ക്രിസ്തുവാണ്. എന്ന് വെച്ചാൽ കൃപാവരമെല്ലാം ഇപ്പം സകല വാഗ്ദാനങ്ങളും ആരിലാണ് അതേ ആയിരിക്കണത്? അയാളാണ് കൃപാവരത്തിൻ്റെ സിംഹാസനം. സകല വാഗ്ദാനങ്ങളും ആരിലാണ് അതേ എന്ന് പറയണത്? ലോകത്തിലുള്ള മുഴുവൻ ദൈവം നൽകിയിട്ടുള്ള മുഴുവൻ വാഗ്ദാനങ്ങൾക്കും സാക്ഷാത്കരിക്കണത് വൺ ആൻഡ് സെയിം ആൻഡ് സിംഗിൾ പേഴ്സൺ യേശു ക്രിസ്തു. കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കട്ടെ. മഹത്വം, ആരാധന, കൊരിന്തോസ് 1:20. ദൈവത്തിന്റെ സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ അതേ എന്ന് തന്നെ. അതുകൊണ്ട് തന്നെയാണ് ദൈവ മഹത്വത്തിന് അവൻ വഴി ഞങ്ങൾ ആമേൻ പറയുന്നത്. ക്രിസ്തു വഴി നമ്മൾ ആമേൻ പറയുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് എന്താണ്? ദൈവമഹത്വമാണ്. ക്രിസ്തു വഴി നമ്മൾ ആമേൻ പറയുകയാണ്. കാര്യം ഒരു വിശ്വാസിക്ക് ആമേൻ പറയാൻ പറ്റത്തുള്ളൂ, ഒരു പ്രത്യാശിക്ക് തന്നെ ആമേൻ പറയാൻ പറ്റത്തുള്ളൂ. സർവ്വോപരി ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ക്രിസ്തു വഴി ആമേൻ പറയത്തുള്ളൂ. അപ്പോഴെന്താണ്? എല്ലാ വാഗ്ദാനങ്ങളും അവൻ വഴി നിങ്ങൾക്ക് അതേ തന്നെയാണ്. കൈയടിച്ചു അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഉടമ്പടി എടുത്ത എല്ലാ മക്കളെയും പരിശുദ്ധമ്മേ ദൈവമാതാവേ, അമ്മയുടെ മാധ്യസ്ഥനായി ഞങ്ങൾ പുനഃസമർപ്പണം ചെയ്യുന്നു. കർത്താവേ, ഇന്ന് വേദനപ്പെടുന്നവരെ, ഇന്ന് വ്യത്യസ്തമായ ഉത്തരവാദിത്തങ്ങളുള്ളവരെ, ഈ ആഴ്ചയിലെ വ്യത്യസ്തമായ ഉത്തരവാദിത്തമുള്ളവരെ, ബാങ്കിൽ പോകുന്നവരെ,
ബാങ്കിൽ പോകുന്നവര്, പരീക്ഷയ്ക്ക് പോകുന്ന കുഞ്ഞുങ്ങള്, അതുപോലെ തന്നെ ഓപ്പറേഷന് പോകുന്ന രോഗികള്, സാമ്പത്തിക വിഷയങ്ങൾക്ക് പരിഹാരം കാണാൻ പോകുന്നവര്, കോടതി പോകുന്നവര്, വസ്തു അളക്കുന്നവര്, പുരപണിയുന്നതിനായ വ്യായാമങ്ങളില് വ്യത്യസ്തമായ വിഷയങ്ങളില് ഏർപ്പെട്ടിരിക്കുന്നവര്, കർത്താവേ, മക്കളില്ലാത്തവര്, മക്കൾക്ക് രോഗമായവര്, ഓട്ടിസം ബാധിച്ചവര്, ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ളവര്, ഗർഭിണികള്, ഗർഭസ്ഥമായ കുഞ്ഞുങ്ങൾക്ക് ഡോക്ടർ നിർദ്ദേശിച്ചിരിക്കുന്ന ആഘോഷം നിശ്ചയിച്ചിരിക്കുന്നവര്, അറിയാത്തവര്, ഗർഭത്തെ അനക്കമില്ലാത്ത കുഞ്ഞുങ്ങള്, വീട്ടില്ലാത്ത കുഞ്ഞുങ്ങള്, പരിശുദ്ധമേ ദേവമാതാവേ ഇപ്പോൾ ഏറ്റെടുക്കണമേ. PCOD രോഗികള് ഇപ്പോൾ സ്പർശിക്കണമേ. സിസ്റ്റ് രോഗികള്, ശരീരത്തില് സിസ്റ്റുള്ളവര്, ഗർഭാശയത്തില്, കരളിലുകള്, ആന്തരിക അവയവങ്ങളില് സിസ്റ്റുള്ളവര് യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ കൽപ്പിക്കുന്നു. മാരക രോഗങ്ങളെ യേശുനാമത്തിൽ വിട്ടുമാറട്ടെ. മക്കളെ സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിത ദുരിതങ്ങളെ സദയം തുടേടേ സുഖമായിടും എന്റെ ഉള്ളം അരികിൽ വരേടേ സദയം തുടേടേ സുഖമായിടും എന്റെ ഉള്ളം. ഉടമ്പടിയിലുള്ള ഓരോ വിഷയങ്ങളെയും നമ്മൾ കൊണ്ടുവരിക. മനസ്സിടിഞ്ഞു പോയ അനേകം മക്കളുണ്ട്, വീട് ജപ്തി ചെയ്തവരുണ്ട്, അവർ താമസിക്കുന്ന അവർ ജോലി ചെയ്യുന്ന കെട്ടിടം ജപ്തി ചെയ്തവർ, വ്യവസായശാലകൾ, വ്യാപാരശാലകൾ ജപ്തി ചെയ്ത പോയവരുണ്ട്. അതെല്ലാം തിരിച്ചെടുക്കാൻ പരിശുദ്ധ അമ്മയ്ക്ക് കഴിയും. അമ്മയുടെ മാധ്യസ്ഥത്തിന് ഈശോ അത് ചെയ്തു കൊടുക്കുമെന്ന് നമ്മൾ വിശ്വസിച്ചുകൊണ്ട് ഉറുമ്പ് പോലെ നീണ്ടുപോകുന്ന, നിഴഞ്ഞു പോകുന്ന, വളരെ ഒരു മാറ്റവും ഇല്ലാത്ത, ഒരു മുന്നേറ്റമില്ലാത്ത, മരവിച്ചു പോയ വിഷയങ്ങൾ, നിന്നുപോയ വിഷയങ്ങളെല്ലാം യേശുവിൻ്റെ നാമത്തിൽ വിടുതൽ പ്രാപിക്കട്ടെ. സദയം തുടേടേ സുഖമായിടും എന്റെ ഉള്ളം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വ്യവസായശാലകൾ നടത്തുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, വ്യവസായശാല നിന്നുപോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, വീട് വിൽക്കാനോ വസ്തു വിൽക്കാനോ ആഗ്രഹം നടക്കാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, കല്യാണം ഒത്തുവരാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, മക്കളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, വിദേശ ജോലികളും തീർന്നു പോയവരും, നഷ്ടപ്പെട്ടവരും, നാട്ടിൽ ജോലി ഇല്ലാത്തവരും, പലതരത്തിലുള്ള കുടുംബ കലഹങ്ങളിലും പ്രശ്നങ്ങളിലും കോടതികളിലും കുടുംബ കോടതികളിലും വിവാഹ മോചനങ്ങളിലുമൊക്കെ വേദനിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാതാവിൻ്റെ പ്രത്യേകമായ ഇടപെടൽ ഈ മേഖലയെല്ലാം നിറഞ്ഞു നിൽക്കട്ടെ. ദൈവത്തിൻ്റെ ശക്തി പ്രവർത്തിക്കട്ടെ. ശ്രദ്ധിക്കട്ടെ. എല്ലാ തൊഴിലാളികൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന, മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, സാമ്പത്തികമായ കടങ്ങൾ അകപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, മറ്റു തരത്തിലുള്ള തൊഴിൽ ചെയ്ത് ജീവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, അവിടെ തൊഴിൽ നിന്ന് പോയവർ, തൊഴിലെടുക്കാൻ പാടില്ലാത്തവർ, അപകടപ്പെട്ട് കിടക്കുന്നവർ, രോഗം വന്ന് തൊഴിൽ നിന്ന് പോയവർ, തൊഴിലിൽ മറ്റുള്ളവർ കൈയടത്തിയിരിക്കുന്നവർ, ജീവിക്കാൻ മാർഗമില്ലാതെ വേദനിച്ച് നട്ടം തിരിയുന്നവർ ദൈവികമായ കൃപ ലഭിക്കാൻ വേണ്ടി ശ്രദ്ധിക്കട്ടെ. സദയം തുടേടേ സുഖമായി
ജോലി ചെയ്യുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, ജോലി നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, വിദേശത്ത് ജയിലിൽ കിടക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, വിസ നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, വിസയുടെ കാലാവധി തീരാൻ പോയിട്ടും ജോലി കിട്ടാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, വിസിറ്റിന് പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ ഈ നിമിഷം അവർക്ക് ചൊരിയട്ടെ. ദൈവത്തിൻ്റെ കൃപയാൽ സാക്ഷ്യം പറയാൻ അവരെ സഹായിക്കട്ടെ. പരിശുദ്ധ അമ്മ ദേവമാതാവ് അവരെ കണ്ണുനീര് ഏറ്റെടുക്കട്ടെ. ശ്രുതിക്കട്ടെ. സദയം തുടേ സുഖമായി എൻ്റെ ഉള്ളം. ഹൃദയരോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, കരരോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, പാങ്ക്രിയാസ് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, സ്പോണ്ടിലോസിസ്റ്റുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, സ്പൈനൽ കോഡിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന, തലയിലെ രക്തം കട്ടുപിടിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, വാൽവിൽ ദ്രവിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, വാൽവ് ബ്ലോക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, യേശു ക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തിൽ മാരക രോഗങ്ങൾ മാറിപ്പോകട്ടെ. പ്രൊഫഷണൽ പരീക്ഷ എഴുതിക്കൊണ്ട് പ്രാർത്ഥിക്കുന്ന, പ്രൊഫഷണൽ എൻട്രൻസ് എഴുതിക്കൊണ്ടിരിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന, ആ റിസൾട്ട് പ്രതീക്ഷിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന, നല്ല റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് വേണ്ടി കർത്താവ് ഇച്ഛാഭംഗം ഉണ്ടാകാതെ അവരൊക്കെ അന്ന് ഏറ്റെടുക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന, അവരുടെ കഴിവിനേക്കാൾ ഉപരി ദൈവത്തിൻ്റെ കൃപയാൽ നല്ല റിസൾട്ട് ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന, അവിടെ പ്രൊഫഷൻ ക്രമീകരിക്കുവാനും അവരുടെ ഉപരിപഠനങ്ങൾ ക്രമീകരിക്കുവാനും മാതാവിന്റെ മധ്യസ്ഥ യേശുനാമത്തിൽ അവർ അനുഗ്രഹം പ്രാപിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന. ശ്രുതിക്കട്ടെ. സാക്ഷ്യം പറയുവാൻ മക്കളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സദയം തുടേണേ സുഖമായിടും എൻ്റെ ഉള്ളം. കൈകൾ കൂപ്പി ഭക്തിയോടെ മൗനമായി പ്രാർത്ഥിക്കുക. അച്ഛൻ എൻ്റെ കാര്യം പറഞ്ഞില്ലല്ലോ എന്ന് ആരെങ്കിലും ഓർത്തിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. വയറ് നിറഞ്ഞവർ, വയറ് മെത്തിപ്പോയവർ, വയറിൽ വെള്ളം നിറയുന്നവർ കരരോഗികളാണ്. അവർ കർത്താവ് സുഖപ്പെടുത്തുന്ന സന്ദേശമുണ്ട്. മൂക്കിൽ ദശ വളരുന്നവരും മൂക്ക് വിടർന്നു വരുന്നവരും മൂക്ക് അറ്റം വിടർന്നിരിക്കുന്ന അകത്ത് ചുരുങ്ങിയിരിക്കുന്ന ആ വ്യക്തിയെ കർത്താവ് സുഖപ്പെടുന്നതിനെ കാണിക്കുന്നതാണ്. അതുപോലെ മുടി കൊഴിഞ്ഞു പോകുന്നവർ, പിരികം വരെ കൊഴിഞ്ഞു പോകുന്നവർ, കണ്ണിൻ്റെ കാഴ്ച മങ്ങുന്നവരെ കർത്താവ് തൊട്ട് സുഖപ്പെടുത്തുന്നുണ്ട്. കഴിഞ്ഞ ക്രിസ്മസ് തുടങ്ങിയിട്ടുള്ള വൈരാഗ്യങ്ങൾ, വഴക്കുകൾ ഇപ്പോഴും നീണ്ടു നിൽക്കുന്നവരെ കർത്താവ് സമാധാനത്തേക്ക് വിളിക്കുന്നുണ്ട്. കരടിനും കഴുത്തിന് വേദനയുള്ളവർ, കഴുത്തിന് മുഴയുള്ളവർ, സ്പോണ്ടിലോസിസ് രോഗികളും ക്യാൻസർ രോഗികൾ, കഴുത്തിന് ക്യാൻസർ രോഗമുള്ളവർ, അതുപോലെ കഴുത്ത് പൊക്കാൻ പറ്റാത്തവർ, കഴുത്ത് പൊക്കുമ്പോൾ ഞരമ്പ് വരിഞ്ഞു പിടിക്കുന്നവരെ കർത്താവ് പൂർണ്ണമായി സുഖപ്പെടുന്ന സാക്ഷ്യമുണ്ട്. കണ്ണട കൈ അടിച്ച് കർത്താവ് സുഖമായിടും എൻ്റെ ഉള്ളം. വിട്ടിരിക്കുന്ന അസ്ഥികളെ കർത്താവ് കാണിക്കുന്നുണ്ട്. കൈയുടെ അസ്ഥിയാണ്, കാലിൻ്റെ അസ്ഥിയാണ്. കൈയുടെ അസ്ഥിയാണ് ഈശോ കാണിക്കുന്നത്. വിട്ടിരിക്കുന്ന അസ്ഥിയാണ്. അസ്ഥിക്കുഴകളിൽ ദ്രവിപ്പുണ്ട്, അസ്ഥിക്കുഴകളിൽ കറുത്ത പാടുകളുണ്ട്. ഈ അസ്ഥിക്കുഴകൾ ഉണ്ടാകുന്ന വേദനകളെയും സന്ധിപ്പുകളെയും ദ്രവിപ്പുകളെയും യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ കൂടിയിട്ട് അസ്ഥികൾ സുഖപ്പെടുന്ന സന്ദേശമുണ്ട്. കൈയിടിച്ച് കർത്താവിനെ സദയം തുടേണേ സുഖമായിടും